നമസ്കാരം. ജോൺ ബ്രിട്ടാസ് ഇന്ന് രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഈ ഇടുത്തി തീപ്പൊരി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. കേരളത്തിൽ ഈ ശബരിമലയുടെ പേരിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ഇടതുപക്ഷത്തിന്റെ സീറ്റ് കുറച്ചതിന് ശേഷം രണ്ടുപേരും ദാ മോങ്ങിജി വരുന്നേ എന്ന രീതിയിൽ കൈയടിക്കുന്ന ആ സന്ദർഭത്തെ മുൻനിർത്തിക്കൊണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷത്തെ അങ്ങ് പാർലമെന്റിൽ പോയി നിന്ന് മോങ്കിജി കാണാൻ വേണ്ടി പരിഹസിക്കുകയും ചെയ്യുന്ന ആ രീതി BJPക്കാർക്കെല്ലാം വളരെ രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട്. വിളിച്ച് ഷേക്ക് ഹാൻഡും ചായയും വരെ കൊടുത്തു. കാര്യം നിങ്ങൾ ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ തരാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരുന്ന കാലത്ത് കോൺഗ്രസിൽ ജയിച്ചില്ലെങ്കിൽ ഇതിനകത്ത് ഇരിപ്പിടവും തരാം. നിങ്ങൾ ഞങ്ങളുടെ പ്രോജക്റ്റ് അവിടെ ഗംഭീരമായി നടപ്പാക്കുന്നു എന്ന തരത്തിലുള്ള കൂട്ടുകച്ചവടം അരങ്ങേറുന്ന സന്ദർഭത്തിലാണ് ഇന്ന് ഇടുത്തിയായിട്ട് ആ പ്രസംഗം അവിടെ വരുന്നത്. നിങ്ങൾ കേൾക്കണം. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ഈ നാട് കേൾക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ കഷത്തിരിക്കുന്ന മൗദൂദികളും സുഡാപ്പികളും ചെവി തുറന്ന് കേൾക്കേണ്ടതാണ്. ഒരു കോൺഗ്രസ്സുകാരനും ഇന്ന് വരെ സഭയിൽ സംസാരിക്കുമ്പോൾ അത് രേഖയാണ്. വരും കാലഘട്ടത്തിൽ ജനങ്ങൾ കേൾക്കുന്ന പ്രസംഗമാണ്. അതൊരു രേഖയാണ്. ആ രേഖയിൽ എന്താണ് BJP ഈ നാട്ടിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെന്നും അവരുടെ SIR, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞും അവരുടെ EDയുടെ ഓപ്പറേഷനെ സംബന്ധിച്ചൊക്കെ നട്ടൽ ഉറപ്പോടുകൂടി നിന്ന് സംസാരിച്ച ആ വാചകങ്ങൾ കേട്ടാൽ നമ്മുടെ രോമം എണീറ്റ് നിന്ന് പോകുമെന്ന് പറയേണ്ടി വരികയാണ്. കേരളത്തില് ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസും കൂടി ചേർന്ന് അവിടെ RSSനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. സർ, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായി, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾക്കിടയിലുള്ള ഈ സംയുക്തമായ സന്തോഷമാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെയാണോ സംയുക്ത സന്തോഷം ഉണ്ടായിട്ടുള്ളത് അപ്പോഴൊക്കെ ഈ രാജ്യം ദുരന്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർ, ബാബറി മസ്ജിദ് തകർച്ച സമയത്ത് എന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് മസ്ജിദിന്റെ തകർച്ചയുടെ ക്രെഡിറ്റിന് വേണ്ടി നിങ്ങളും അവരും കൂടി പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇതാണല്ലോ യാഥാർത്ഥ്യം. Most important thing is that we need to have ideological clarity also. And even after elections, the mandate needs to be respected. When horse trading happens, when massive defection happens, when resorts become sanctorum, the purity of the elections are in question, sir. So how to deal with that? My friend was talking about anti-defection law. At that time, we had this anti-defection law which prevented retail defection. Now wholesale defection is happening, sir. That's why when I am talking in terms of that, ജമ്മു കാശ്മീരില് ഞങ്ങളുടെ ധീരയോദ്ധാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയും ഇവരും കൂടി ഒരുമിച്ച് കൈകോർത്തു. അതിന്റെ മറ്റൊരു അധ്യായമാണ് ഇവർ എഴുതി ചേർക്കുന്നത്. ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അവസാന ശ്വാസം വരെയും ഞങ്ങൾ അതിനു വേണ്ടി പോരാടും. അതിനാരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയട്ടെ. സർ, ഐ ആം ടെല്ലിംഗ് യു, when the Congress leader relinquishes his post and give that Rajya Sabha term to a BJP member to make him a minister here, don't you think the mandate is in question? തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രിയും ഇവരുടെ പ്രവർത്തക സമിതി അംഗവും കൂടി ഒരുമിച്ച് കൈയടിക്കുകയാണ് BJP ജയിച്ചു എന്ന്. കഴിഞ്ഞ ലോകസഭയെ അപേക്ഷിച്ച് 47,000 വോട്ടിന്റെ കുറവാണ് BJPക്ക് ഉണ്ടായത്. അതേസമയം ഇവർ രണ്ടുപേരും കൂടി കൈയടിച്ചുകൊണ്ട് പറയുകയാണ് അവിടെ BJP വലിയ വിജയം നേടിയത്. ഈ ഒത്തുകളിയെ തിരിച്ചറിയാനുള്ള ആർജവം ഞങ്ങളുടെ ജനങ്ങൾക്കുണ്ട്, ഇന്ന് ജനതയ്ക്കുണ്ട്. ഞങ്ങൾക്കുണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും. ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. പക്ഷെ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾ കളിക്കുന്ന തീക്കളിയാണ്. നിങ്ങളുടെ ഈ തീക്കളി കൊണ്ടാണ് ഇന്ത്യയിൽ ഈ വർഗീയതയുടെ രഥം ഉരുണ്ടത്. നിങ്ങൾ കാണിച്ച പിടിപ്പുകോട് കൊണ്ടാണ് ഇവർ ഭരണപക്ഷത്തിൽ നിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിനുമേൽ ബുൾഡോസർ കയറാതിരിക്കുന്നതിന്റെ കാരണം ഇടതുപക്ഷം അവിടെ പടച്ചട്ടയായിരിക്കുന്നതുകൊണ്ടാണ് സർ. കേരളത്തിൽ ഇന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുന്നതിന് കാരണം
ഇടതുപക്ഷമെന്നുള്ള ആ ഒരു കോട്ടയാണ് സർ. ആ കോട്ട സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റക്കാരിയെ പറയാനുള്ളൂ. When we discuss in terms of electoral reforms, that is absolutely required to see that end to end the system has to be cleaned up. We need to have a free and fair election. For that we need to have a neutral umpire. If the umpire is perceived to be, sir, I am coming, perceived to be seen siding one party, the faith of the people will be lost. And also that the big money need to be curtailed. The extent of money that is spent in elections, that is alarming. My friend from Telangana will say that. It would be 200 times that of Kerala, the election expenditure. And this is spreading like a virus. What we have to do? That's why, sir, our party has been earnestly saying that we need to have state funding for elections. We need to have proportional representation, at least for a percentage of seats, like that is being done in countries like Germany. Let it happen in list system. You, Dr. So, John Britas. my submission to you, sir, let us have wholesome reforms. Let us not talk in terms of one election commissioner or chief election commissioner. Let us see what ails our electoral arena. Let us see the sanctity of the elections. The mandate are respected, sir. Thank you very much. Thank you. തീർന്നില്ല. സെക്കൻഡ് പാർട്ടാണ്. പച്ച മലയാളത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വെച്ച വാചകങ്ങളുണ്ട്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി, അതിലുണ്ടാക്കിയിരിക്കുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ചില ഉദാഹരണങ്ങളുണ്ട്. മുൻപ് കോൺഗ്രസും സംഘപരിവാർ ഒരുമിച്ച് ചിരിച്ചു. എപ്പോഴാണ്? ബാബറി മസ്ജിദ് തകർന്നു വീഴുന്ന സന്ദർഭത്തിൽ. അത് അടുത്തു നിന്ന് നോക്കിക്കണ്ടതുപോലെ തന്നെ ഇന്നിപ്പോ ഇടതുപക്ഷത്തിന്റെ കൈവശം വരുന്ന ഒരു നഗരസഭ, അവിടെ സംഘപരിവാറിനെ കോൺഗ്രസ് വിജയിപ്പിച്ചതിന് ശേഷം അവർ ഒരുമിച്ച് ചിരിക്കുകയാണ്. അത് ഡൽഹിയിൽ പോലും പോയി ആഹ്ലാദിക്കുകയാണ്. അതിന്റെ ആവേശം കെട്ടടങ്ങാത്ത അവസ്ഥ, അതിന്റെ ആവേശം പാരമിതിയിലെത്തുമ്പോൾ അത് കണ്ട് വീണ് പോയിട്ടുള്ള ന്യൂനപക്ഷക്കാർ കൃത്യമായി ശ്രദ്ധിക്കേണ്ട വാചകങ്ങളുണ്ട്. ഇതുപോലെ സംഘപരിവാറുകാരുടെ മുഖത്ത് നോക്കി ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പാർലമെന്റിൽ പോയി വാ തുറക്കുന്നതിന്റെ ഒരു ദൃശ്യം പങ്കുവയ്ക്കാമെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഇവിടുത്തെ സഖാക്കൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതിനെ ചിലപ്പോൾ നട്ടല് വിറയ്ക്കും. കാരണം ഇവരുടെ ഒരു കൈ സംഘപരിവാറിന്റെ കഷത്തിലിരിക്കുന്നു എന്ന് കാണാൻ പറ്റാതെ സംഘപരിവാറിന്റെ ഡൽഹിയിൽ പോയി കൂടിക്കാഴ്ച നടത്തിയ ജമാഅത്ത് ഇസ്ലാമിക്കാരനും സുഡാപ്പിക്കാരനും എല്ലാം ചേർന്ന് ഇടതുപക്ഷക്കാരെ മുന്നേ ചാപ്പകുത്തിയും സംഘപരിവാർ ചാപ്പകുത്തുമ്പോഴും എവിടെയും നട്ടല് നിവർത്തി നിന്ന് സംഘപരിവാറിന്റെ മുഖത്ത് നോക്കി ഇതേ ഇങ്ങനെ 5 വർത്തമാനം പറയാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഒപ്പമുണ്ടോ? അത് നിങ്ങളുടെ ഷോഫി ആയിട്ടുള്ള വ്യക്തി പോലും മുട്ടിടിച്ച് വാട്ടർ സപ്ലൈ നടത്തും. അവിടെയാണ് ഒരു പ്രസംഗത്തെ സ്പീക്കർ പോലും നിരന്തരം ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. The most pertinent question, whether the government of India is for governance or is it a grand election machinery? That is a doubt in the mind of the people and the political parties. And I would suggest that SIR should be renamed as AIR. Amit Shah Intensive Revision. That should be the best way, sir. Sir, I will quote the former chief election commissioner. आप जानते हैं नाम लेना प्लीज. दूसरे मेंबर्स He जो said सदन के so. सदस्य नहीं है. Sir, As per Home Minister, rules, please. Sir, Go as per rules. Sir, please, madam. Please. Former chief election Please. commissioner said that 4 M's, madam, please. Please. 4 M's rule the roost. Money power, muscle power, misinformation, MCC violation. It was said by none other than the former chief election commissioner. Sir, let me just come to a point which may not be very palatable to my friends in Congress. There was a ruling by the Delhi High Court which said that BJP should be convicted, punished for the violation of FCRA. That was in 2014. Both the parties were liable to be punished. Yes. The president of BJP should have been behind the bars. Collusion between Congress and BJP. Yes. They amended FCRA. Sir, the retrospective effect was 40 years from 1976. Can you believe? Sir, now I would say that, in all earnestness, you amend FCRA again because rupee has gone bust. You get the money in dollar. Otherwise, you cannot run the machinery. Sir, the corporate collusion, that is something which I want to say that. My party has been firmly against electoral bonds. Yes. We said that
This is polluting the election scene. Sir, I will tell you, electoral bond is the darkest, unholy chapter in the history of Indian democracy. From threats to inducements, from rewards to retaliation, and overall it was quid pro quo, sir. Sir, I will tell you an instance. Mega engineering. They gave 585 crores to BJP and they got orders worth 15,000 crore. Congress. Sir, Hetero Pharma, Yashoda, they were raided by ED and CBI. They turned out to be corporate crony donors of BJP. I will tell you, sir, amongst 30 companies which donated to BJP, 10 have been raided by ED and CBI. And sir, you will know that even the political adversary was not spared. The DLF, Robert Vadera, shelled out 170 crores to BJP. Is it not a shame and a sham, sir? You will understand. Now airline debacle happened, predatory pricing, windfall gains by Tata Airlines, that is Air India. I know they cannot take any action against them. You know why? Sir, 24-29 February, 2 semiconductor units of Tata's were... election reforms. Sir, sir, this is only go on the record. Sir, Only my go time on the is going, record. Sir, please understand. 758 crores were given by Tatas to BJP. And I don't expect any action. Only on record. Please. My time is going. Please pause it, sir. Please. Sir, Election reforms. now I will tell you, in Northeast, the big money, how it is playing havoc in politics. That's what I'm saying. Northeast, 55% of the donations were received against the government tender. I'm telling you, sir. And this is a country. This is a country where the finance minister of this country had to resign because of scam for 1.4. Sir, I will tell you, sir. Sir, the institutions are important. I will tell you. When we talk in terms of election commission, other institutions like media also is important. Sir, why are you not allowing, sir? I am allowing. Sir, I will keep that go, sir. As per rules. Sir, I will tell you. Please go as per rules. When I talk in terms of institutions, not only election commission, even the media. If you had an independent media, I can bet you the number of their seats would have been below 200. If there was semblance of independence, sir. Sir, there was a question. Why Chief Justice was not included in the appointment committee? And the government said that normally Chief Justice is not in the committee. Sir, is it not a fact that Supreme Court said? Is it not a fact that L.K. Advani wrote a letter to Manmohan Singh, include Chief Justice? Is it not a fact that for a less significant post of CBI director, there is Chief Justice in that appointment committee? Is it not a fact that, sir? So, my point is very simple, sir. My party says that there should be proportional representation at least to a person, sir, to clean out. Basically, it can be on the list. Many countries, including Germany, have that procedure of proportional representation. We should try that, sir. Sir, I have another point to say that. See, when I talk in terms of media, let us say that free and fair election is a must for a meaningful democracy. And if you want to have a free and fair election, you must have an independent election commission, sir. That's why we have been always telling that we need to have an independent election commission, and that is absolutely required, sir. Sir, now let me just come to a certain thing, sir. ഇതിനോടൊപ്പം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കേൾക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിയിൽ കോൺഗ്രസും BJPയും സംയുക്തമായി സന്തോഷിക്കുന്നുണ്ട്. ഇവരുടെ സംയുക്ത സന്തോഷങ്ങളാണ് ഇന്ത്യയെ എക്കാലത്തും ദുരന്തങ്ങളിലേക്ക് നയിച്ചത്. ജനഹിതം മനസ്സിലാക്കി തിരുത്തി നടപടികളുമായി ഇടതുപക്ഷം മുന്നോട്ട് പോകും. എന്നാൽ തീവ്രപക്ഷങ്ങളെ കൂടെ നിർത്തി കോൺഗ്രസ് നടത്തുന്ന കസറത്ത് RSSനെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അതിന്റെ ക്രെഡിറ്റിനു വേണ്ടി വിലപേശിയാണ് കോൺഗ്രസും RSSും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിന്റെ ക്രെഡിറ്റിനു വേണ്ടി വിലപേശിയതാണ് കോൺഗ്രസും RSSും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വിജയിച്ചു എന്ന് പറഞ്ഞ് പരസ്പരം അനുമോദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമാണ്. കേരളത്തിൽ ബുൾഡോസറുകൾ കയറി ഇറങ്ങാത്തതിന്റെ പ്രധാന കാരണം
കേരളം പടച്ചട്ടയായി നിലകൊള്ളുന്നതിനാലാണ്. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും ഇടതുപക്ഷം മുന്നോട്ട് പോകും. കോർപ്പറേറ്റുകളിൽ നിന്ന് ഭീമമായ സംഖ്യ വാങ്ങി തെരഞ്ഞെടുപ്പുകൾ അപ്പാടെ വാങ്ങുന്ന തലത്തിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണാധിപത്യവും പേശിബലവുമാണ് തെരഞ്ഞെടുപ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിലാണ് കോർപ്പറേറ്റുകൾ കേന്ദ്ര ഭരണകക്ഷികൾക്ക് സംഭാവന നൽകുന്നത്. രാജ്യസഭയിൽ നടത്തിയ തീവ്ര വോട്ടർ പട്ടിക ചർച്ചയിൽ നിന്നും എന്ന വാക്ക് കുറിച്ചുകൊണ്ടാണ് ആ പ്രസംഗം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇമാതിരി ഒരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ നാവുകളിൽ നിന്ന് മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ. അവിടെ പോയി സംഘികൾക്കൊപ്പം ഇരുന്ന് പാദസേവ നടത്തുന്നവർ ഇടയ്ക്കിടയ്ക്ക് വാ തുറക്കുന്നത് ഈ നാടിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയാണ്. ഈ കൂട്ടുകച്ചവടമാണ് ഈ നാട് തിരിച്ചറിയേണ്ടത്. ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതിനെ മറികടക്കാൻ പലതരത്തിലുള്ള കള്ളക്കഥകളും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കൃത്രിമ വിവാദങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പലതും ഈ കൂട്ടുകച്ചവടത്തെ മറയ്ക്കാനാണെന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയും.